ആ പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 2 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെടണം. സ്നാനപ്പെടുന്നതിന് മുൻപ് നമ്മളെല്ലാവരും മാനസാന്തരപ്പെട്ടു, അഥവാ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ സ്വീകരിച്ചു, പഴയതെല്ലാം വിട്ടുകളഞ്ഞു, നമ്മൾ പുതിയ മനുഷ്യരായി മാറി. അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെടാത്ത ആരെയും സ്നാനപ്പെടുത്താൻ പാടില്ല. മാനസാന്തരപ്പെടാത്തവരെ സ്നാനപ്പെടുത്തിയതിന്റെ കുഴപ്പങ്ങളാണ് ഇന്ന് പല സഭകളും അഭിമുഖീകരിക്കുന്നത്. ആളെ കൂട്ടുവാൻ, എണ്ണം കാണിക്കുവാൻ, കണക്ക് കാണിക്കുവാൻ ഒരുപാട് ആൾക്കാരെ, മാനസാന്തരപ്പെടാത്ത ആൾക്കാരെ സ്നാനപ്പെടുത്താറുണ്ട്. മാനസാന്തരപ്പെടാത്തവരെ സ്നാനപ്പെടുത്തിയാൽ ഇവൻ സ്നാനപ്പെട്ട ശേഷവും മാനസാന്തരപ്പെടാത്ത കാലഘട്ടത്തിലുള്ള പഴയ ജീവിതം അവൻ കാണിക്കും. പിന്നെ ദൈവനാമം ദൂഷിക്കപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ശക്തി, ദൈവമക്കളെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം. പാപങ്ങൾ ഉപേക്ഷിക്കണം, പാപ വഴികളെ ഉപേക്ഷിക്കണം, പാപചിന്തകളെ ഉപേക്ഷിക്കണം, അതിനോട് എന്നേക്കുമായി വിട പറയണം. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട ശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ വ്യക്തി സ്നാനപ്പെടണം. അപ്പോൾ ആ വ്യക്തിക്ക് എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിനെ ലഭിക്കും, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ലഭിക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ലഭിക്കും, പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അപ്പോൾ നമ്മളെല്ലാവരും സ്നാനപ്പെട്ടവരാ. അതിനു മുൻപ് നമ്മൾ മാനസാന്തരപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് കൃപയാൽ പരിശുദ്ധാത്മാവിനെയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ഉള്ളിലുള്ള ദൈവശക്തി കുറഞ്ഞ് 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 പലരും 0 ഒക്കെ ആയി. ചിലർക്ക് 5% ഉള്ളൂ, ചിലർക്ക് 10 ഉള്ളൂ. കാരണം പോയി, ശക്തി കുറഞ്ഞു. പക്ഷെ വീണ്ടും നമുക്കത് കിട്ടണമെങ്കിൽ നമുക്ക് ഇനിയും സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെന്ന്, നമ്മുടെ നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും ചിന്തകളിലും അറിഞ്ഞും അറിയാതെ തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലായി, നാം അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ട് നമ്മൾ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ മാനസാന്തരമുള്ളൊരു ജീവിതത്തിന്റെ ഉടമയായിട്ട് ഒരു ദൈവത്തിന്റെ പൈതൽ ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ അധികം മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും ദൈവം കൊടുക്കുന്നത്. കർത്താവിലുള്ള വിശ്വാസത്തിൽ മാനസാന്തരത്തോടുകൂടെ സമർപ്പിതരായിട്ട് ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചെടുക്കുവാൻ, വലിച്ചെടുക്കുവാനുള്ള യഥാർത്ഥമായ ക്വാളിഫിക്കേഷൻ, യോഗ്യതയിലേക്ക് ആ വ്യക്തി കടക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്തിരിക്കണം? നമുക്ക് എന്തുണ്ടായിരിക്കണം? എന്ത് യോഗ്യത നമുക്ക് വേണം? മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവശക്തി യഥേഷ്ടം കിട്ടും, ധാരാളം കിട്ടും. അവരൊരിക്കലും ക്ഷീണിച്ചു പോകില്ല, അവരൊരിക്കലും തളർന്നു പോകില്ല. അവർ ബലത്തോടുകൂടെ കർത്താവായ യേശുവിന്റെ സാക്ഷ്യം അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് എന്ത് വേണം? മാനസാന്തരത്തിന്റെ അനുഭവം എപ്പോഴും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.